ഒരു നാൾ നബിയും അബൂബക്കർ സിദ്ദീഖും ഒരുമിച്ചവർ സ്വർഗുഹയിൽ പ്രവേശിച്ച് സിദ്ദീഖുൽ അക്ബറിൻ മടിയിൽ തല വെച്ച് അന്ത്യപ്രവാചകൻ നിദ്രയെ പ്രാപിച്ച് ചന്ദ്രവദനം കണ്ട് സിദ്ദീഖോര് പുഞ്ചിരി തൂകുന്നുണ്ട്. പുഞ്ചിരി തൂകുന്നു, ചുറ്റിലും നോക്കുന്നു, പൊത്തും പഴുതുമടക്കുന്നു. പഴുതൊന്നടക്കുവാൻ ശീലത്തുണ്ടില്ല, പാദവിരൽ കൊണ്ടമർത്തുന്നു. മുത്ത് റസൂലുള്ള സുഖമായുറങ്ങുന്നു, മുഖം കണ്ട് സിദ്ദീഖോർ സന്തുഷ്ടനാകുന്നു. മൂർഖൻ പാമ്പൊന്നുടൻ കാലിൽ കടിക്കുന്നു, മൂർജിച്ച വേദന സിദ്ദീഖിലേറുന്നു. നബിയെ ഉണർത്തിയില്ല സിദ്ദീഖോരെ, വേദന മാറുന്നില്ല. പൊട്ടിയൊഴുകിയ കണ്ണുനീർത്തുള്ളികൾ പെട്ടെന്ന് മുത്ത് റസൂലിൻ്റെ വട്ടമുഖത്തൽപ്പം തട്ടിയ നേരത്ത് ഞെട്ടിയുണർന്നൊന്ന് നോക്കുന്നേ. എന്താ സിദ്ദീഖോരെ നിങ്ങൾ കരയുന്നു, എന്ത് പിണഞ്ഞെന്ന് ചൊല്ലുവിൻ പെട്ടെന്ന്. എൻ്റെ മനതാരിൽ വേദന തിങ്ങുന്നു, എല്ലാം പറഞ്ഞ അബൂബക്കർ നബിയോട് ഉമിനീർ പുരട്ടി നബി സിദ്ദീഖോരെ ഉഗ്രവിഷമിറക്കി. ആകെ പടച്ചോന്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ളാഹ് ആരാധനക്കർഹനേകനാണെന്ന് സന്ദേശം നൽകിയ നൂറുള്ളാഹ്. മാനവർക്കായെന്ന് നേർവഴി കാട്ടിയ മക്കത്തൂദിത്ത ഹബീബുള്ളാഹ്. മങ്കകൾ കൊത്ത ബിയാമീന ബീവി പെറ്റ മുഹമ്മദ് സ്വല്ലല്ലാഹ്.